ഉം. നീ ഇതൊന്നും കേട്ട് സന്തോഷിക്കണ്ട കേട്ടോ. എനിക്കിതൊന്നും ഷെയർ ചെയ്യാൻ ആളില്ലാത്തോണ്ട് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാ ഞാൻ വീണ്ടും കൊല്ലും. രോഹിത്തിനെ ആയാലും നിന്നെ ആയാലും. വിവരങ്ങളൊക്കെ നിന്നൊന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. ആ, നീ ഇപ്പൊ കിടന്നോ, വേറൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. ആ, തണുപ്പ് കൂടുതലാണോ? ആ, നീ നീ ഒതച്ചു കിടന്നു. ഇതൊരു വെള്ളക്കോടി ആയിരിക്കുന്നതാ എനിക്കിഷ്ടം. തൽക്കാലം ഇത് വെച്ച് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എടി രാക്ഷസി, ഇന്ന് നിന്നെ ഞങ്ങൾ ശരിയാപ്പൊടി. എടി നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞങ്ങൾ അങ്ങോട്ട് കയറി വരണോ? അവര് ആ, എനിക്ക് വെറുതെ തോന്നിയതാ. ഭാമാൻ്റെ ഉള്ളപ്പോ ഇവിടെ എനിക്ക് എന്ത് പേടിക്കാനാ? ഹലോ, നീ പേടിച്ചു പോയോ? ഞാനാടി പ്രീതി. നിന്റെ ഏറ്റവും വലിയ ഭയം യാഥാർത്ഥ്യമാകാൻ പോകുന്നു സുസ്മിതെ. രോഹിത് തിരിച്ചു വരുന്നു. തണുപ്പ് കൂടുതലാണോ? പിന്നെ കാണാം. ഇതെങ്ങനെ? ഈ ബെഡ്ഷീറ്റ് ആരേത് മടക്കി വെച്ചത്?
എന്താ ഇവിടെ? അല്ല അത് ആ ബെഡ്ഷീറ്റ്. ബെഡ്ഷീറ്റോ? പില്ലോ മാറിയപ്പോ ബെഡ്ഷീറ്റ് ആയോ? ആ ആ, പോവിടുന്ന. അല്ല ഞാനത്. പോവാനല്ലേ പറഞ്ഞത്? ഡേയ്, ഡേയ്. പൊന്നി, ഡേയ്, പോ. ആ, ആ. പൊന്നി. ശ്ശെ. 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 ബെഡ്ഷീറ്റ് ഞാൻ പുതപ്പിച്ചതല്ലേ, അതോ എനിക്ക് തോന്നിയതാണോ? ശ്ശെ. നിന്റെ ഏറ്റവും വലിയ ഭയം യാഥാർത്ഥ്യമാകാൻ പോകുന്നു സുസ്മിത. രോഹിത് തിരിച്ചു വരുന്നു. ഒക്കെ നോക്കിയും കണ്ടും പഠിച്ചോണം. ഞാൻ പോയി കഴിഞ്ഞ നീയാ ഇതൊക്കെ ചെയ്യേണ്ടത്. ഗോത്രവൈദ്യ, നമ്മുടെ ഊരിന്റെ അമ്മ. രാച്ചിയമ്മ എങ്ങോട്ടാ പോകുന്നത്? നിന്റെ അച്ഛനും അമ്മയും പോയെടുത്തേക്ക്. ഒരു പ്രായമായ എല്ലാവർക്കും പോണം. ഈ വൈദ്യമൊന്നും എവിടെ എഴുതിയിട്ടതല്ല, കണ്ടും കേട്ടും പഠിക്കണം. എന്നാലും ഓരോ തലമുറ മാറുമ്പോഴും ഓരോന്ന് ചോർന്നു പോവും. നമ്മുടെ മുതുമുത്തശ്ശിമാരൊക്കെ മരിച്ചു കിടന്നവരെ പോലും എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ടുണ്ടെന്നാ ചൊല്ല്. ഈ മാമൻ എന്നാ രാച്ചിയമ്മ സുഖമാകുന്നത്? ഇനി അധികം വൈകില്ല മോളെ. അതിനുള്ള പ്രത്യേക മരുന്നുകൂട്ടാ രാജ്യമ്മ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. വീഴ്ചയിൽ ഇയാളുടെ നാഡീ നരമ്പുകൾ തളർന്നു പോയതുകൊണ്ടാ ബോധം കെട്ടുള്ള ഈ കിടപ്പ്. തലച്ചോറി ചോര കിനിഞ്ഞ് കട്ട പിടിച്ചിട്ടുമുണ്ട്. അതൊക്കെ നീക്കി ശരീരം ശുദ്ധമാക്കുമ്പോ ഓർമ്മ തെളിയും, വേദനയും മാറും, പഴയതുപോലെ എഴുന്നേറ്റ് നടക്കും. പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ. അവനുണ്ടാകുന്ന അസുഖങ്ങളെല്ലാം ഭേദപ്പെടുത്താനുള്ള മരുന്നുകളും അവന്റെ ചുറ്റുമുണ്ട്. അത് കണ്ടെത്തണമെന്ന് മാത്രം. പൂച്ചകളും മറ്റും അവയ്ക്ക് അസുഖം വരുമ്പോ ചില പ്രത്യേക ചെടികളുടെ ഇലകളും മറ്റും കഴിച്ച് അത് ഭേദപ്പെടുത്തുന്നത് നീ കണ്ടിട്ടില്ലേ? ശരീരം കീറാതെയും മുറിക്കാതെയും മനുഷ്യനും അത് സാധിക്കും. ഓരോന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വേണ്ടത് വേണ്ട സമയത്ത് ഉപയോഗിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഒന്ന് പനിച്ചെഴുന്നേറ്റ ശരീരം തണുക്കും, ആളെഴുന്നേറ്റ് നടക്കും മോളെ. എപ്പോഴാ രാച്ചിയമ്മേ? ദാ ഈ രാത്രി തുടങ്ങുകയാ മരുന്ന് പ്രയോഗം. രക്തചന്ദന ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ 7 ദിവസത്തിന്
സൂക്ഷിച്ച്. ഗാർഡനിലേക്കല്ലേ സത്യാമ്മ? ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. വൈറ്റമിൻസിന്റെ ഒന്നും കുറവുണ്ടാവണ്ട. എന്താടോ? അവര് പ്രീതി കുഞ്ഞിനെ കൊണ്ടുവരുന്നുണ്ട് സാർ. ആ, ഓ, ഇനി അതിനെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാ വിശേഷം. എടുത്ത് കുഴിയിലിട്ട് മൂടാനുള്ളതിന് പകരം. ഡാ, എന്താ മക്കളെ? ഡാ, എന്താ ഇവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് കയറിയോടാ. ആ, പിള്ളച്ചേട്ടാ, എല്ലാരും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചേ. ഭാമാന്റെയേക്കാൾ പണക്കാരനാവുന്ന വെല്ലുവിളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വിഷ്ണുവേട്ടൻ ദാ ലക്ഷറി വാഹനത്തിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. സ്വീകരിക്കാൻ ആനയെ അമ്പാരി ആലോട്ടമൊക്കെ ഒരുക്കിക്കും. ഡേ, നിനക്ക് എന്തിനു കേടാ? അവൻ എന്റെ മോനാ. അവൻ എപ്പോ വേണേലും ഇവിടെ വരാം കേട്ടോ. രാഘവേട്ട, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇവള് സുസ്മിത ചോദിച്ചത്. എന്തിനാ വന്നതെന്ന്? ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാ. ഞാൻ അറിഞ്ഞു. സത്യഭാമ വില പറഞ്ഞു വെച്ചിരുന്ന മൊബൈൽ റെസ്റ്റോറന്റ് നീ വാങ്ങി അല്ലേ? അതുകൊണ്ടൊന്നും സത്യഭാമയുടെ കലത്തിൽ അരി വേവാതെ ഇരിക്കില്ല മോനെ. അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ന്യായമായിട്ടുള്ള വില കൊടുത്തിട്ടാണ് ഞാൻ ഷാജഹാന്റെ അടുത്ത് നിന്ന് ആ റെസ്റ്റോറന്റ് വാങ്ങിയത്. പിന്നെ എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു. ഷാജഹാന് നീ ന്യായമായ വില കൊടുത്തുന്ന് അല്ലേ? കൂടിയ തുകയ്ക്ക് ടെൻഡർ പിടിക്കുന്നതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാമല്ലോ. സർക്കാരിന് ന്യായമായ വിഹിതം കൊടുത്തുന്ന്. അമ്മ, ആ മനുഷ്യന് ക്യാൻസർ ആണ്. ഏത് നിമിഷവും മരണം പ്രതീക്ഷിക്കുന്ന ഒരാളാ. അമ്മ പണം പിരിക്കാൻ പറഞ്ഞു വിട്ടവരെ അയാളുടെ ഭാര്യയും കൂടി ശല്യം ചെയ്തു. സത്യഭാമയുടെ മകൻ എന്നു മുതലാ ഇത്തരം സെന്റിമെന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയത്? ഒരു സാധനം വാങ്ങുമ്പോ എന്തു മാർഗത്തിലും വില കുറയ്ക്കുന്നതാടാ ബിസിനസ്. കൊടുത്ത പണം പിരിച്ചെടുക്കാൻ ഏതു മാർഗവും സ്വീകരിക്കാം. അമ്മയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അമ്മയ്ക്ക് തരാനുള്ള പണം മുഴുവൻ തന്നു വീട്ടിയിട്ടുണ്ട് ഷാജഹാൻ. എന്നോടുള്ള പക കൊണ്ട് ആ സാധുവിനെയും കുടുംബത്തെ ഇനിയും ദ്രോഹിക്കരുത്. വിഷ്ണുവേട്ടൻ എന്നു മുതലാ മനസ്സിങ്ങനെ വിശാലമായി തുടങ്ങിയതെന്ന് ആന്റിക്ക് മനസ്സിലായില്ലേ? ശാലിനി ഈ വീട്ടിൽ കാലുകുത്തിയത് മുതൽ. അവളുടെ കൾച്ചറിലുള്ള ആളുകളുമായിട്ടാണല്ലോ ഇപ്പൊ കൂട്ടുകെട്ട്. രോഗികള്, പിച്ചക്കാര്, ദരിദ്രവാസികള്. മില്ലിൽ തടി ചുമക്കാൻ പറഞ്ഞു വിട്ടതും അവള് തന്നെ ആയിരിക്കും. നിനക്ക് മുന്നിലൊന്നും വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല.
അമ്മയോട് പറയാം. ഒന്നും ശാലിനിയുടെ തീരുമാനമല്ല. മില്ലിൽ ജോലിക്ക് പോവാൻ തീരുമാനിച്ച ഈ ഞാൻ തന്നെയാ. ആ ജോലിയിൽ എനിക്ക് അഭിമാനക്കുറവ് തോന്നിയിട്ടില്ല. രോഗികളോ പിച്ചക്കാരോ ദരിദ്രവാസികളായിട്ട് കൂട്ടുകൂടുന്നതില് നാണക്കേടും തോന്നിയിട്ടില്ല. കാരണം അവര് മനുഷ്യരാണമ്മേ. സത്യഭാമയുടെ മകൻ. ഭാമേ, ഒന്നുകൊണ്ട് അഹങ്കരിക്കരുത്. ഒന്നുകിലൊരു രോഗം, ഒരു അപകടം, ഒരാപത്ത്, ഒരു അപവാദം, അപ്രതീക്ഷിതമായ ഒരു ആക്രമണം, ഇതിലേതെങ്കിലും ഒന്ന് മതി സുഖകരമായ ഒരു ജീവിതത്തെ എന്നേക്കുമായി സങ്കടത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിയിടാൻ. ഓ തുടങ്ങി അങ്ങേരുടെ വേദോപദേശം. എന്റെ പുത്രനെ, ജ്ഞാനോദയവും സാധുജന പരിപാലന ദീക്ഷയും കൈവന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ല, അക്കാര്യം അറിയിക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഞങ്ങൾ ആ മൊബൈൽ റെസ്റ്റോറന്റ് ഏറ്റെടുത്ത് നടത്താൻ പോവാണ്. ആ ബെസ്റ്റ്. ചായക്കടക്കാരിയുടെ മകൾ ഒടുവിൽ ഭർത്താവിനെയും അവിടെ തന്നെ എത്തിച്ചു. എടാ നിനക്ക് നാണമില്ലടാ, നാട്ടുകാരുടെ എച്ചിലല്ലേ എടുക്കാനും ചായ ഗ്ലാസ് കഴുകാനും. എനിക്കതൊരു മോശം ജോലിയായിട്ട് തോന്നിയിട്ടില്ല അമ്മേ. പിന്നെ മില്ലിലെ ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇതിനെപ്പറ്റി ചിന്തിക്കില്ലായിരുന്നല്ലോ. ഓ, അപ്പോ നീ അത് അറിഞ്ഞു അല്ലേ? അതേടാ, നിന്റെ മില്ലിലെ ജോലി കഴിഞ്ഞത് ഞാൻ തന്നെയാ. സത്യഭാമയ്ക്ക് മാനക്കേടുണ്ടാക്കുന്ന എന്ത് നീ ചെയ്താലും ഞാനത് തടയും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും ഈ സത്യഭാമ. ഭാമേ, അപ്പൊ നീയാണോ പത്രോടെ മില്ലിൽ ഇവന്റെ ജോലി കളഞ്ഞത്? ഭാമേ, നിന്റെ ഉള്ളിലുള്ള ശകല മനുഷ്യാംശം കൂടി പോയതേ ഞാൻ അറിഞ്ഞില്ലല്ലോ. സാരമില്ല അച്ഛാ, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയ മാരു വിചാരിച്ചാലൊന്ന് പറഞ്ഞു വിടാനാവില്ലല്ലോ. ആ അഹങ്കാരം വിളംബരം ചെയ്യാനാവും ഇപ്പൊ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അല്ല, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യം അറിയിക്കാനാ. അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം, സാന്നിധ്യം. നാളെ അമ്മ വന്ന് വിളക്ക് കൊടുത്തി റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യണമെന്നാ എന്റെ ശാലിനിയുടെ ആഗ്രഹം. ശാലിനിയുടെ ആഗ്രഹം എന്ന് പറയൂ വിഷ്ണുവേട്ടാ. ഭാമാൻഡി വന്ന് തട്ടുകട ഉദ്ഘാടനം ചെയ്താലല്ലേ ശാരദാമ്മയുടെ നിലവാരത്തിലേക്ക് താഴാൻ പറ്റൂ. സുസ്മിതേ, മിണ്ടവിടെ നോണം കേട്ടോ. അച്ഛാ, അച്ഛൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും മോനെ. ഓ, നീ എന്ത് ജോലി ചെയ്താലും അച്ഛൻ അഭിമാനോ. അമ്മേ, അവൻ